കഥ ഭർത്താവ് ഭാഗം 48. ശ്രീകുട്ടൻ സ്കൂൾ വിട്ട് ട്യൂഷൻ കഴിഞ്ഞ് വരേണ്ട സമയം കഴിഞ്ഞെന്ന് തോന്നിയപ്പോൾ സരോജിനിയമ്മ മുറ്റത്തിൻ്റെ പടിഞ്ഞാറേ കോണിൽ നിന്ന് താഴെ വഴിയിലേക്ക് നോക്കി. അവിടെ രണ്ട് കൂട്ടുകാരികളുമായി കാര്യം പറഞ്ഞ് നടന്നു വരുന്ന സുനിതയാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. ദൈവമേ, എൻ്റെ കൊച്ചാണല്ലോ ആദ്യം വരേണ്ടത്. ഇവനിത് എവിടെ പോയി കിടക്കുകയാണോ? അവർ ആത്മകഥം പോലെ പറയുമ്പോൾ സുനിത റോഡിൽ നിന്നും മുറ്റത്തേക്കുള്ള പടവുകൾ കയറി അവരുടെ മുമ്പിലേക്ക് വന്നു. എന്താ അമ്മേ? അമ്മ ഇത് ആരെയെ വന്ന് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ശ്യാമേട്ടൻ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടോ വീട്ടിൽ? ഇല്ലടി, അവൻ വരാൻ നേരമായില്ലല്ലോ. അതിനി പച്ചപ്പാതിരായ്ക്ക് അല്ലേ എഴുന്നള്ളത്ത്? ശ്രീകുട്ടൻ അല്ലേ മോളെ നിന്നേക്കാൾ മുമ്പേ വരുന്നത്? അവനിതുവരെ വന്നില്ലല്ലോ. അവന് ട്യൂഷൻ ക്ലാസ് തീർന്നു കാണത്തില്ല അമ്മേ. അല്ലെങ്കിൽ അവൻ എപ്പോഴോ അങ്ങ് എത്തേണ്ടതല്ലേ. ഞാനിന്ന് 10 മിനിറ്റ് നേരത്തെ വന്നതുകൊണ്ട് അമ്മയ്ക്ക് തോന്നുന്നത് അത്. സുനിത അമ്മയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ശ്രീകുട്ടൻ ഒരിക്കലും ഇത്ര താമസിക്കാത്തില്ലതാണല്ലോ എന്ന് അവൾ ഓർത്തു. അവിടെ ചായ ഇട്ട് വെച്ചിട്ടുണ്ട് മോളെ, നീ ചെന്ന് എടുത്ത് കുടിച്ചിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ എടുത്ത് കഴിക്കുക. സരോജിനിയമ്മയുടെ ശ്രദ്ധ വീണ്ടും വഴിയിലേക്കായി. അമ്മ കയറി വാ, അവനിങ്ങ് വന്നോളും. അവൻ മാത്രമല്ലല്ലോ വരാനുള്ളത്, അവൻ്റെ കൂടെ ആ മംഗലത്തെ പിള്ളേരും കട നടത്തുന്ന ശോചായൻ്റെ മോനും ഒക്കെയില്ലേ. സുനിത എന്തൊക്കെ പറഞ്ഞിട്ടും സരോജിനിയമ്മ അവിടെ നിന്നും വരാൻ കൂട്ടാക്കിയതേയില്ല. അമ്മ വന്ന് മംഗലത്തെ കുമാരി ആൻറ്റിയുടെ വീട്ടിലേക്കൊന്ന് വിളിച്ചു നോക്ക്. ട്യൂഷൻ കഴിഞ്ഞ് പ്രശോഭ് വന്നിട്ടുണ്ടോ എന്നറിയാമല്ലോ. നിന്റെ കയ്യിൽ കുമാരിയുടെ നമ്പറുണ്ടോ മോളെ? സരോജിനിയമ്മ തിരക്കി. എൻ്റെ കയ്യിലില്ല അമ്മ. ഫോൺ നമ്പർ എഴുതിയിടാറുള്ള ഡയറിയിൽ കുമാരി ആൻറ്റിയുടെ നമ്പർ കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ വാ, വന്ന് കുമാരിയെ ഒന്ന് വിളിച്ചു നോക്ക്. അവരുടെ മക്കൾ വന്നിട്ടുണ്ടോ എന്നറിയാമല്ലോ. സരോജിനിയമ്മ അവിടെ നിന്നും കൊണ്ട് ഒരു തവണ കൂടി റോഡിൻ്റെ അങ്ങേയറ്റത്തേക്ക് നോക്കി. വഴിയിലൂടെ 1-2 പരിചിത മുഖങ്ങൾ നടന്നു പോകുന്നത് മാത്രമാണ് അവർക്ക് കാണാൻ കഴിഞ്ഞത്. സുനിത അമ്മയെയും കൂട്ടി വീട്ടിലേക്ക് ചെന്ന് സരോജിനിയമ്മയുടെ മേശപ്പുറത്തിരുന്ന ഡയറിയിൽ നിന്നും മംഗലത്തെ കുമാരിയുടെ നമ്പർ എടുത്ത് അവരുടെ ഫോണിലേക്ക് വിളിച്ചു. മറുവശത്ത് ബെല്ലടിക്കുന്ന സ്വരവും അതിനെ തുടർന്ന് ആരോ ഫോണെടുത്ത് ഹലോ വിളിക്കുന്ന ഒച്ചയും സുനിത കേട്ടു. അവൾ താൻ ശ്രീലേഖയുടെ സഹോദരിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് അവരുടെ മക്കൾ ട്യൂഷൻ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടോ എന്ന് തിരക്കി. വന്നല്ലോ സുനിതേ, എന്താ കാര്യം? അവർ വന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞു. കുമാരി മറുപടി കൊടുത്തു. ചേച്ചി, അവരോട് ഇവിടുത്തെ ശ്രീകുട്ടൻ ട്യൂഷൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു എന്നൊന്ന് ചോദിക്കാവോ? ശ്രീകുട്ടൻ ഇതുവരെയും ഇവിടെ മടങ്ങിയെത്തിയിട്ടില്ല. ഇല്ലേ? പിന്നെ ആ കുഞ്ഞ് എങ്ങോട്ട് പോയി? അതിനെ തുടർന്ന് കുമാരി മോനെ എന്ന് വിളിക്കുന്ന ഒച്ച ഫോണിലൂടെ സുനിതയ്ക്ക് കേൾക്കാമായിരുന്നു. അല്പസമയത്തിനുള്ളിൽ കുമാരി വീണ്ടും ലൈനിൽ വന്നു. സുനിതേ, അവർ വിളിച്ചു. പറഞ്ഞോ ചേച്ചി, ഞാൻ കേൾക്കുന്നുണ്ട്. സുനിതയുടെ ആങ്ങൾ ഇന്ന് വൈകിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ എത്തിയിട്ടില്ല. കൂടുതലൊന്നും എൻ്റെ മക്കൾക്ക് അറിയില്ല. അവർ വേറെ സ്കൂളിലല്ലേ പഠിക്കുന്നത്. സുനിത ഒരു കാര്യം ചെയ്യ്, ശ്രീകുട്ടൻ്റെ ക്ലാസ്സിലെ ആരുടെയെങ്കിലും നമ്പറുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചന്വേഷിക്ക്. അല്ലെങ്കിൽ സ്കൂളിലേക്ക് വിളിച്ചു നോക്ക്. ശരി ചേച്ചി, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. സുനിത പെട്ടെന്ന് കോൾ കട്ട് ചെയ്ത് അവൾ മെല്ലെ വിറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദൈവമേ, അവൻ ട്യൂഷൻ ക്ലാസ്സിൽ ചെന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ തിരിച്ചെത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. അവൻ എവിടേക്ക് പോയിരിക്കുകയാണോ? തൊണ്ട വരണ്ട് പൊട്ടിപ്പോയിട്ട് എന്തു ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയായി സുനിതയ്ക്ക്. കുമാരി എന്തു പറഞ്ഞു മോളെ? അവിടെ മക്കളും ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ലെന്നാണോ പറഞ്ഞത്? സരോജിനമ്മ ഉദ്യോഗത്തോടെ ചോദിച്ചു. സുനിത അത് കേൾക്കാത്ത ഭാവത്തിൽ ഡയറിയിൽ ശ്രീകുട്ടൻ കുറിച്ചിട്ടിരുന്ന അവൻ്റെ 1-2 കൂട്ടുകാരെ വിളിച്ചു. ശ്രീകുട്ടൻ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു.
അവൻ ക്ലാസ്സിലുണ്ടായിരുന്നെന്നും രാവിലെ മുതൽ ഒരു ഉത്സാഹമില്ലാതെ ഇരിക്കുകയായിരുന്നെന്നും വൈകിട്ട് സ്കൂൾ വിട്ട ശേഷം പിന്നെ കണ്ടില്ലെന്നുമാണ് അവരെല്ലാം അവൾക്ക് നൽകിയ മറുപടി. എടി പെണ്ണെ, എൻ്റെ കൊച്ചെന്തിയടി, നീ ഇത് ആരെയൊക്കെ മോളെ ഫോൺ ചെയ്യുന്നത്? സരോജിനി അമ്മ ഒരു കലച്ചിലിൻ്റെ വക്കിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അമ്മയൊന്ന് ധൃതി വയ്ക്കാതെ, അവനിപ്പോൾ വരും, ഞാൻ ചെറിയച്ഛനെ ഒന്ന് വിളിക്കട്ടെ. ചെറിയച്ഛനെ വിളിക്കാനോ? എടി, നിന്നോട് ഞാൻ ആ പിള്ളേർ ട്യൂഷൻ കഴിഞ്ഞ് വന്നോ എന്നാ ചോദിച്ചത്. പിന്നെ വിളിക്കാം നിനക്ക് ചെറിയച്ഛനെ. സുനിത പെട്ടെന്ന് ഫോണും കൊണ്ട് അവരുടെ മുമ്പിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. എടി സുനിതേ, അവിടെ നിൽക്കുമോളെ, നീ അമ്മയോടൊന്ന് പറയ്, എൻ്റെ കുഞ്ഞെവിടെ മോളെ? അവർ അവൾക്ക് പിന്നാലെ ചെന്നു. ഒന്നോ രണ്ടോ തവണ അവൾക്ക് ഗോപിനാഥൻ്റെ നമ്പർ മാറിപ്പോയി. വിരലിൻ്റെ വിറയൽ കാരണം താൻ എവിടെയൊക്കെയാണ് തോണ്ടുന്നതെന്ന് അവൾക്ക് തന്നെ മനസ്സിലായില്ല. അവസാനം അവൾക്ക് ഗോപിനാഥനെ ലൈനിൽ കിട്ടി. ഒറ്റ ശ്വാസത്തിലാണ് അവൾ അയാളോട് കാര്യം പറഞ്ഞത്. സ്കൂളിലേക്ക് നീ ഒന്ന് വിളിച്ചു നോക്കിയോ മോളെ? സ്കൂൾ പൂട്ടിപ്പോയിട്ടുണ്ടാവും ചെറിയച്ഛ. അവൻ്റെ ക്ലാസ് ടീച്ചറിൻ്റെ നമ്പറുണ്ടെന്ന് തോന്നുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. പെട്ടെന്ന് വിളിച്ചോ മോളെ, ഞാൻ ദാ വന്നു. സരോജിനി അമ്മയുടെ നിലവിളി അയാൾക്ക് ഫോണിലൂടെ കേൾക്കാമായിരുന്നു. അമ്മയെ കരയല്ലേ? ദേ അമ്മയുടെ കരച്ചിൽ കേട്ട് വിജയമ്മ ചേച്ചിയൊക്കെ ഓടി വരുന്നു. സുനിത അവരെ ആശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും അതെല്ലാം വിഫലമായി പോയതേയുള്ളൂ. സരോജിനി അമ്മ കുഴഞ്ഞിട്ടെന്നോണം സിറ്റൗട്ടിൽ നിലത്തേക്കിരുന്നു. ഗിരിജമ്മയും വിജയമ്മയും ചേർന്ന് അവരോട് കാര്യങ്ങൾ തിരക്കി. വിവരം അറിഞ്ഞതോടെ വിജയമ്മ ഓടിപ്പോയി ഭർത്താവ് ശശിധരനെ വിളിച്ചു കൊണ്ടുവന്നു. ശ്രീകുട്ടൻ്റെ ക്ലാസ് ടീച്ചർ മഹാലക്ഷ്മി ടീച്ചറെ ഫോണിൽ കിട്ടിയപ്പോൾ സുനിത സ്കൂൾ വിട്ട് ഇതുവരെ തൻ്റെ സഹോദരൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ലെന്ന വിവരം അറിയിച്ചു. ട്യൂഷൻ ക്ലാസ്സിന് ചെന്നിട്ടില്ലേ അയാൾ? ഇല്ല ടീച്ചറെ, അവൻ്റെ കൂടെ ട്യൂഷൻ പോകുന്ന കുട്ടികളെ വിളിച്ചു ഞാൻ അന്വേഷിച്ചു. സുനിത വിഷമിക്കല്ലേ, കുട്ടിയെ നമുക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ പേടിക്കും പോലെ അവൻ എങ്ങും പോയിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കൂട്ടുകാർക്കൊപ്പം ചിലപ്പോൾ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടാവും. അങ്ങനെ എന്നോട് അമ്മയോട് പറയാതെ അവൻ എങ്ങോട്ട് പോകില്ല ടീച്ചറെ. ഞങ്ങളെ കുഞ്ഞിന് എന്തോ പറ്റിയിട്ടുണ്ട്, അല്ലാതെ അവൻ അത്രയും എത്തിയപ്പോഴേക്കും സുനിത വിതുമ്പിപ്പോയി. സുനിത കരയരുത്, ധൈര്യമായിരിക്കും, ഞാനല്ലേ പറയുന്നത്. ഒരു കാര്യം ചോദിച്ചോട്ടെ മോളെ, നിങ്ങളുടെ വീട്ടിൽ അവനെ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്താ ടീച്ചറെ അങ്ങനെ ചോദിച്ചത്? വീട്ടിൽ ആരെങ്കിലും ഒച്ച വയ്ക്കുന്നതും വഴക്കുണ്ടാക്കുന്നതുമൊക്കെ അവന് ഭയമാ, അല്ലാതെ അവനെ ഭയപ്പെടുത്താൻ സുനിത അർദ്ധോക്തിയിൽ നിർത്തി. തലേന്ന് രാത്രി ശ്യാംസുന്ദർ മടങ്ങി വന്നപ്പോഴുള്ള അവൻ്റെ പേടിയാണ് സുനിതയ്ക്ക് ഓർമ്മ വന്നത്. ഞാൻ HMനെ ഒന്ന് വിളിക്കട്ടെ, ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് എത്തിക്കൊള്ളാം. അതിനു മുമ്പ് സുനിത അവൻ പോകാനുള്ള ഇടയുള്ള എല്ലായിടത്തേക്കും ഒന്ന് വിളിച്ചന്വേഷിച്ചേക്കണേ. ശരി ടീച്ചർ. സുനിത വീണ്ടും തനിക്കറിവുള്ള അവൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും വിളിച്ചു അന്വേഷിച്ചെങ്കിലും സ്കൂൾ വിട്ട ശേഷം അവനെ കണ്ടവരായി ആരുമില്ല. ശ്രീലേഖ ഡ്യൂട്ടി കഴിഞ്ഞു വരുമ്പോൾ കാണുന്നത് മുറ്റത്തങ്ങിയായി അയൽക്കാർ കൂടി നിന്ന് എന്തൊക്കെയോ പറയുന്ന കാഴ്ചയാണ്. സൂര്യൻ മറഞ്ഞു കഴിഞ്ഞതിനാൽ നീയല്ലടിഞ്ഞ് കിടക്കുന്നത് കൊണ്ട് ആരൊക്കെയാണതെന്ന് സൂക്ഷിച്ചു നോക്കിയിട്ടേ അവൾക്ക് മനസ്സിലായുള്ളൂ. ശ്രീലേഖയെ കണ്ടതോടെ സരോജിനി ആർത്തിരമ്പി കരഞ്ഞു. എൻ്റെ കൊച്ചിനെ കണ്ടോടി മോളെ, അവനിതുവരെ വന്നില്ലേ? എവിടെ പോയതാണോ എൻ്റെ കുഞ്ഞ്? നേരം രാത്രിയാവുന്നല്ലോ എൻ്റെ ദൈവങ്ങളെ. സരോജിനിയമ്മ നെഞ്ചത്ത് ഇടിക്കാതിരിക്കാനായി അവരുടെ കൈകൾ വിജയമ്മ ബലമായി പിടിച്ചു വച്ചിരിക്കുകയാണ്. സുനിത വന്ന് ശ്രീലേഖയെ കൂട്ടിക്കൊണ്ട് പോയി കാര്യം പറഞ്ഞു. അവൾക്ക് എന്തെങ്കിലും മറുപടി പറയാൻ കഴിയും മുൻപേ ഗോപിനാഥൻ്റെ ബൈക്കും അതിന് പിന്നിലായി ഹെഡ് മാസ്റ്റർ ചന്ദ്രബാബുവിൻ്റെ കാറും മുന്നും പിന്നുമായി മുറ്റത്തേക്ക് വന്നു. ശ്രീലേഖ ഫോണെടുത്ത് അപ്പോൾ തന്നെ ശ്യാംസുന്ദരെ വിളിച്ചു. അതിനി എന്നോടെന്തിനാടി വിളിച്ചു പറയുന്നത്? ഞാനിവിടെയെങ്ങുമില്ല, കുറച്ച് ദൂരെയാ. നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്യ്, ഇല്ലെങ്കിൽ എൻ്റെ അമ്മയോട് പറയ് ഇറങ്ങി അന്വേഷിക്കാൻ.
തക്കം കിട്ടിയാൽ നാട് തണ്ടാൻ ഇറങ്ങുന്ന ഇനമല്ലേ. ശ്യാമേട്ടൻ എൻ്റെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് കേൾക്കാനല്ല ഞാൻ ശ്യാമേട്ടനെ വിളിച്ചത്. പറ്റുമെങ്കിൽ ശ്യാമേട്ടൻ ഇങ്ങോട്ടൊന്ന് വന്നിരുന്നെങ്കിൽ എല്ലാവർക്കും അതൊരാശ്വാസമാകുമായിരുന്നു. എങ്ങനെ ആശ്വാസമോ? നിന്നെയൊക്കെ ഞാൻ ആശ്വസിപ്പിക്കുന്നുണ്ടടി, കാത്തിരുന്നോ. നിന്നെ ആശ്വസിപ്പിക്കാൻ നിൻ്റെയാ പോലീസുകാരനില്ലടി. അവൻ പോലീസ് സ്റ്റേഷനിൽ കാണുമല്ലോ, അങ്ങോട്ട് ചെല്ലടി ആശ്വാസത്തിന്. അവൻ ടൺ കണക്കിന് ആശ്വാസം വാരിക്കോരി തരാൻ കാത്തിരിക്കുകയല്ലേ. ഒരു വെള്ളപ്പേപ്പറിൽ മൊഴുത്തൊരു പ്രേമലേഖനം എഴുതിയും കൊണ്ട് നീ അവനെ ചെന്ന് കാണ്. ആ തന്തയില്ലാത്ത പോലീസുകാരൻ കണ്ടുപിടിച്ച് തരും നിനക്ക്. എൻ്റെ ചട്ടുകാലൻ ആങ്ങളെ വെച്ചിട്ട് പോടി ഫോൺ, എനിക്ക് വേറെ പണിയുണ്ട്. ശ്യാമേട്ടൻ വെറുതെ അങ്ങനെ പറഞ്ഞു വയ്യല്ലേ. ശ്യാമേട്ടനെ പേടിച്ചിട്ടായിരിക്കും അവൻ. പിന്നേടി ശ്യാമേട്ടനെ പേടിച്ചിട്ട് നിനക്കൊന്നുമില്ലാത്ത പേടിയാണോടി അവനെന്നെ. ഇനി നീയെല്ലാം ചേർന്ന് അതും കൊണ്ട് വന്ന് എൻ്റെ തലയ്ക്ക് വെച്ച് തന്നോണം. തലയ്ക്ക് വെളിവില്ലാത്ത നിൻ്റെ ആങ്ങളെ നാട് വിട്ടു പോയതിനും കുറ്റം ശ്യാമിനിരിക്കട്ടെ അല്ലേ. എന്നെ വിളിച്ചു സങ്കടം പറയാതെ പോയി വല്ല കുളത്തിലോ പുഴയിലോ തപ്പടി ആ മുടന്തനെ. വെറുതെ എൻ്റെ നേരം കളയാൻ വന്നിരിക്കുന്നു. മറുവശത്ത് ഫോൺ കട്ടയതും ശ്രീലേഖ നിരാശയോടെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. ശ്യാംസുന്ദറിൻ്റെ മുഖം ഒരു പിശാചിൻ്റെതിന് തുല്യമായി അവൾക്ക് ആ ഡിസ്പ്ലേയിൽ കാണാൻ കഴിഞ്ഞു. ശ്രീലേഖ തിരികെ സുനിതയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ പറഞ്ഞു, സാറും ചെറിയച്ഛനും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ ചേച്ചി. ഞാനും കൂടെ പോവാം അവർക്കൊപ്പം. ചേച്ചി അമ്മയെ നോക്കിക്കോണം. എന്താടി അവരെല്ലാം പറയുന്നത്? നമ്മുടെ കുഞ്ഞ് എവിടെ പോയതാ മോളെ? അവനിനി ഇങ്ങോട്ട് തിരിച്ചു വരത്തില്ലയോടി? ഇതുവരെ അടക്കി പിടിച്ചിരുന്ന അവളുടെ സങ്കടം ഒറ്റ നിമിഷത്തിൽ പൊട്ടിച്ചിതറിപ്പോയി. കരയാതെ മോളെ, അവനെവിടെയെങ്കിലും പോലീസുകാർ നിമിഷനേരം കൊണ്ട് കണ്ടുപിടിക്കില്ലേ? പിന്നെന്തിനാ കരയുന്നത്? നീ കരയുന്നത് കണ്ടാൽ സരോജിനി ചേച്ചിയും നിലവിളി തുടങ്ങുമേ. ഗോപിനാഥൻ ഭാര്യ ചന്ദ്രിക അവരെ ആശ്വസിപ്പിച്ചു. ശ്രീലേഖ സാരിത്തുമ്പ് കൊണ്ട് മുഖം തുടച്ച ശേഷം കൈകൊണ്ട് മുഖം പൊത്തി. അവൾക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ശ്രീകുട്ടന് എന്തിനു വേണ്ടിയാണ് വീട് വിട്ട് പോയിരിക്കുന്നതെന്ന്. ഇത് മുമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ ഇന്നലെ താൻ ശ്യാമേട്ടനോട് തങ്ങൾക്ക് ഒരു മാസത്തേക്ക് ശ്യാമേട്ടൻ്റെ വീട്ടിൽ പോയി നിൽക്കാമെന്ന് പറഞ്ഞത്. ശ്യാമേട്ടനെ ഇപ്പോൾ നേർക്കുനേർ കാണുന്നത് പോലും അവന് ഭയമായി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്ര പെട്ടെന്ന് അവൻ ഓർത്തിട്ട് അവൾക്ക് ചങ്കു പിടഞ്ഞുകൊണ്ടിരുന്നു. ഹെഡ് മാസ്റ്റർ ചന്ദ്രബാബു അപ്പോൾ തന്നെ അവരെയും കൂട്ടി റൂറൽ SP ഓഫീസിലേക്ക് പോയി. അവിടെ ചെന്ന് കാര്യം പറയേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. സർക്കിൾ ഇൻസ്പെക്ടർ പ്രകാശിനെ വിളിച്ചു വരുത്തി ഉടൻ തന്നെ അദ്ദേഹം അന്വേഷണത്തിന് നിർദ്ദേശം നൽകി. സുനിതയുടെ മൊബൈലിൽ നിന്നും ശ്രീകുട്ടൻ്റെ ചിത്രമെടുത്ത് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പോലീസുകാർ അന്വേഷണം ആരംഭിച്ചു. സുനിത കയ്യിൽ കരുതിയിരുന്ന ഡയറിയിൽ നിന്ന് നമ്പറെടുത്ത് പോലീസുകാർ ശ്രീകുട്ടൻ്റെ കൂട്ടുകാരെ വിളിച്ച് അന്വേഷിച്ചെങ്കിലും സുനിതയോട് പറഞ്ഞതിനപ്പുറം ഒന്നും കുട്ടികൾക്ക് മറ്റ് വിവരമേ ഇല്ലായിരുന്നു. സ്കൂളിന് 2 ഗേറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ മെയിൻ ഗേറ്റിൽ ക്യാമറ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുട്ടികൾ സ്കൂൾ വിട്ട് പുറത്തേക്ക് പോകുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ ശ്രീകുട്ടൻ മാത്രം അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതോടെ മറ്റേ ഗേറ്റിലൂടെയാകണം അവൻ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. ആ ഗേറ്റിൽ നിന്ന് പുറത്ത് മെയിൻ റോഡിൽ ഇറങ്ങുന്നതിനിടയിൽ 3 വീടുകളിൽ CCTV ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട്. 3 വീടുകളിൽ നിന്നും ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കാൻ SP ഉത്തരവിട്ടു. തുടരും കഥയുടെ അടുത്ത ഭാഗം.